ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അമ്രാസ്. പണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് വാട്സപ്പ്, ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടാവും. ഇന്ന് പക്ഷേ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ വേണം എന്നുള്ളതാണ്. ഒരു സോഷ്യൽ പ്രൊഫൈൽ പോലെ നമ്മുടെ ഓരോ വ്യക്തികളുടെ യൂട്യൂബ് ചാനലുകൾ മാറിയിട്ടുണ്ട്. പലരും ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഒരു മാനസിക മനോഭാവമുണ്ട്. അതെന്താണ് എന്നാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് ചർച്ച ചെയ്യാൻ. ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്നാണ്? ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു നാളെയാണോ? അല്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇന്നലെ ആയിരുന്നു. അടുത്ത നല്ല സമയം ഇതാ ഇപ്പോഴാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഇന്നലത്തെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യും. ഇതിപ്പോൾ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ. ജസ്റ്റ് പോയിട്ട് ഒരു ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നലത്തെ അനുഭവങ്ങൾ, ഇന്ന് നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ ഒരു മിനിറ്റ് നേരം ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുക പ്ലീസ്. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ മറ്റെവിടെയെങ്കിലായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് തരാം. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തല്ലോ, ഇനിയൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്കതിൽ എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻ കാണുന്നുണ്ടോ? വെറീഡ് ആവണ്ട. നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് തന്നെയാണ് രണ്ടാമത്തെ മൈൻഡ് സെറ്റും. നിങ്ങൾ ചെയ്ത വീഡിയോ പെർഫെക്റ്റ് ആയി എന്നുള്ളതല്ല, നിങ്ങൾ ആ വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നിങ്ങൾ വീഡിയോ ഉണ്ടാക്കി, നിങ്ങളതിനെ വിലയിരുത്തി, ഇനി നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടിലേക്ക്, യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളത് അപ്ലോഡ് ചെയ്യാണ്. ജസ്റ്റ് അപ്ലോഡ് ഇറ്റ്. അതിനോട് ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ മനസ്സിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വലിയ സക്സസ് ആവുമോ, ഒരുപാട് പണം എനിക്കിതിലൂടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ കുതിച്ച് തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക, ഈ സ്റ്റാർട്ടിങ് വളരെ സ്ലോയിലായിരിക്കും. യൂട്യൂബിൽ വളരെ സ്ലോയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ടാണത് ഗ്രോ ചെയ്ത് വരിക. അതുകൊണ്ട് നിങ്ങൾ നിരാശരാവേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്ന സഫലീകരണത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ ഇപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഇതിന് ഉപയോഗപ്പെടുത്തിയത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരാളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമയം വിനിയോഗിക്കുന്നത്, അതുപോലെ ചെറിയൊരു സമയം നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ ഇംപെർഫെക്ഷൻ ഉണ്ടോ, അത് അത്ര ഭംഗിയായിട്ടുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ പുറത്ത് നിന്ന് വെറുതെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാൽ പോലും അത് യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഗോൾഡൻ വാല്യൂ ആണ്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. പലപ്പോഴും വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ വ്യക്തികൾ അവനവൻ്റെ പേഴ്സണൽ ലൈഫാണ് അവിടെ ഷോ ചെയ്യുന്നത്. എത്ര മനോഹരമാണ് അതൊക്കെ കാണാൻ. പക്ഷെ നൽകുക അതിലും മനോഹരമായ ജീവിത കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അരങ്ങേറുന്നുണ്ട്. നമ്മളത് വ്ളോഗ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ബിഗിനിങ് എപ്പോഴും സ്ലോയിലായിരിക്കും, പക്ഷേ പിന്നെ നിങ്ങളെങ്ങനെ കോൺസിസ്റ്റൻ്റ് ആയിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഗ്രോത്ത് സാവധാനം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു 100 മീറ്റർ ഓട്ടമോ അല്ലെങ്കിൽ ഒരു 1000 മീറ്റർ ഓട്ടമോ അല്ല. ഇതൊരു മാരത്തോണാണ്. ഇത് സാവധാനത്തിലേ ഗ്രോ ചെയ്യുള്ളൂ. അതിന് സമയമെടുക്കും. ക്ഷമിച്ചിരിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സമയം ചാറ്റ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടോ സാമ്പത്തികം കിട്ടുന്നതുകൊണ്ടാണോ നിങ്ങളിപ്പോഴും ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്? നിങ്ങൾക്കതിൽ നിന്ന് സംതൃപ്തി ലഭിക്കുന്നതുകൊണ്ടാണ്. ആ സംതൃപ്തി ആയിരിക്കണം നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാരിതോഷികം. എന്നിട്ട് മതി അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഏണിങ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കൽ. യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു 4 മൈൻഡ് സെറ്റ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കാത്തു സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉയർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്കും സംതൃപ്തിയിൽ നിന്ന് സംതൃപ്തിയിലേക്കും നൽകിയ ഒന്നായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.